ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടും ഒരു വെറൈറ്റി ആയിട്ടും ഒരു കോളിഫ്ലവർ തോരൻ വെച്ചാലോ. കോളിഫ്ലവർ വെച്ചാണ് നമുക്ക് ഫ്രൈയും അതേപോലെ നമുക്ക് ഇതേപോലത്തെ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയല്ലേ. അപ്പോൾ തോരൻ നമുക്കൊരു വെറൈറ്റി അയച്ചു വെക്കാം. ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ എടുത്തിക്കണേ, ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം അതിൻ്റെ പൂവ് മാത്രം മാക്സിമം എത്ര നമുക്ക് ചെറുതാക്കി അരിയാൻ പറ്റുക അതുപോലെ തന്നെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. കഴുകിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ, അരിഞ്ഞിട്ട് പോയി കഴുകാൻ നിൽക്കരുത്. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ചൂടായി വരുന്ന ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഇത് പൊട്ടിയാൻ വേണ്ടിയിട്ട് നമുക്കിത് മൂടി വെച്ച് കടുക് പൊട്ടി പുറത്തേക്ക് പോകാതെക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു അര സവോളയും കൂടി ചേർത്ത് കൊടുക്കാം. സവോള ഇളക്കി നല്ലൊന്ന് മൂത്ത് വരുന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇല്ലേ അരിഞ്ഞത്, അത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത് ഫുള്ളായിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ കടുകും അതേപോലെ കരിവേപ്പിൻ്റെയൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് ആവാനും വേണ്ടിയിട്ട് നല്ല പോലെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചെറിയ തീയിൽ തന്നെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കാണുമെന്ന് വേവിക്കണം. കോളിഫ്ലവറാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ മൂടി വെച്ച് ഒന്നിന് വേവിച്ചിട്ട് ഒരു 3/4 വേവാകുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ നമുക്ക് പച്ചമുളക് ചതച്ചതും കൂടി ചെറിയേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമുക്ക് അച്ചയിലേക്ക് ഇടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കും. അപ്പോൾ ഇതേപോലെ അരച്ച് ചേർക്കുകയാണെങ്കിൽ കടിക്കൂല, നല്ല എരിവും കിട്ടും കേട്ടോ. ഇത് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഒന്നും കൂടി ഇടുന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ തേങ്ങൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും, ഉപ്പേരിയായിട്ട് നല്ലൊന്ന് ചേർന്നിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ അടിപൊളി കോളിഫ്ലവർ ഉപ്പേരിയുടെ റെഡി ആക്കുന്നത് വളരെ സിമ്പിളല്ലേ, എന്താ ടേസ്റ്റ് അറിയോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.